നമസ്കാരം. ഇപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് വരുന്നത് കാഞ്ചി കോട്ടൺ സാരികളുടെ കളക്ഷനാണ്. ഒരു ഓണം വൈബ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു കളർഫുൾ ആയിട്ടുള്ള സാരി എന്നുള്ള രീതിയിലേക്ക് നമുക്ക് നല്ല ബോഡി പാർട്ട് വാടാമല്ലി കളറ് ബ്ലാക്ക് ബ്ലെൻഡായി വന്നിട്ടുള്ള ഒരു വാടാമല്ലി കളറിലേക്ക് ഫുൾ കോൺട്രാസ്റ്റ് ആയിട്ട് ത്രെഡ് വൂവൺ പാറ്റേൺ ആണ് വരുന്നത്. പല്ലുത അതുപോലെ ബ്ലൗസ് പീസ് റണ്ണിങ് തന്നെ. 1576 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പം കോട്ടണിലേക്ക്, കാഞ്ചി കോട്ടണിലേക്ക്, മറ്റേ കല്യാണി കോട്ടൺ അല്ല, കുറച്ചും കൂടെ ഇഴയടപ്പം കൂടി വന്നിട്ടുള്ള ഒരു കോട്ടൺ, കാഞ്ചി കോട്ടൺ. ഇത് ശരിക്കും ആ കാഞ്ചീപുരം ഫോൾഡ് തന്നെയാണ് ഇതിന് വരെയും ചെയ്യുന്നത്. കണ്ടോ, അതിമനോഹരമാണ്. കളർ കോമ്പിനേഷനാണ് ആ ഒരു ബ്ലാക്ക് ബ്ലെൻഡ് ആയിട്ടുള്ള നേവി ബ്ലൂ, അതോടൊപ്പം തന്നെ ഈ ഒരു ഗ്രീനും കൂടെ നല്ല ഭംഗിയാണ്. ഉടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഉടുക്കാൻ തോന്നുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരിയാണ്. സെയിം പ്രൈസ് തന്നെ, 1576. ഞാനിതിപ്പോൾ ഇങ്ങനെ ഇന്നലെ ഉടുത്തുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഈ ഒരു കോമ്പിനേഷൻ നോക്കി, ഏകദേശം ഈ ഒരു രീതിയിൽ വരുന്ന ഒരു കോമ്പിനേഷനായിരുന്നു. ചിലതിൽ നമുക്ക് കസവാണ് വരുന്നത്, ചിലതിൽ ത്രെഡാണ്. ഇത് ഫുൾ ത്രെഡിലേക്കാണ്, ഒരു സ്പെഷ്യൽ രീതിയിലേക്കാണ് ഇതിൻ്റെ ഡൈങ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിന് ആ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്. മസ്രൈ കോട്ടൺ എന്നൊക്കെ പറയുന്ന ഒരു മെറ്റീരിയലിൻ്റെ ഡൈങ് പ്രോസസ്സാണ് ഇതിനും. ഫുള്ളായിട്ട് ത്രെഡിൽ വരുന്നത്, സെയിം പ്രൈസ് തന്നെ. ഈ ഒരു കോമ്പിനേഷൻ കണ്ടോ, നല്ലൊരു മെറൂൺ ടു നേവി ബ്ലൂ, മെറൂൺ തന്നെ ഒരു പർപ്പിളിഷ് മെറൂൺ, വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കളർ ടോണും. പിൻ ചെയ്ത് കൊടുക്കാം, വൺ ലെയറായിട്ട് കൊടുക്കാം. ഒരു ഗസ്റ്റ് ലുക്കിലേക്ക് ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകാനായിട്ട് ചെറിയ പിള്ളേരുടെ കയ്യിൽ, ഇപ്പോൾ ഇത് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് ഈ കാഞ്ചി കോട്ടണും കല്യാണി കോട്ടണും ഒക്കെ കൂടുതലായിട്ട് കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയിലാണ് നല്ല ട്രെൻഡായിട്ട് വരുന്നത്. അപ്പം ഓണാഘോഷങ്ങളിലൊക്കെ കുറച്ച് കളർഫുള്ളായിട്ട്, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറയുമായിരുന്നു, അവൾ ബ്യൂട്ടീഷ്യനാണ്, ഇവർ ഈ പ്രൈസ് റേഞ്ചൊക്കെ നല്ല കുറഞ്ഞ രീതിയിൽ ഇങ്ങനെ ഉള്ള സാരികളാണ് കൂടുതലായിട്ട് എടുത്തിട്ട് നല്ല അടിപൊളി മേക്കപ്പും ചെയ്യും. പിന്നെ ഇവരുടെ ഗെറ്റ് ടുഗദറുകളാണ് കുട്ടികളുടെ, കോളേജിൻ്റെ കോൺവെക്കേഷൻ, ഫെയർവെൽ, എല്ലാ രീതിയിലേക്ക് അവരുടെ ഓണം സെലിബ്രേഷനൊക്കെ നമ്മളൊക്കെ ആ കഴിഞ്ഞു പോയ കാലഘട്ടത്തിലേക്ക് ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ അത്രയും രീതിയിലാണ് കുട്ടികളുടെ ഓരോരോ സെലിബ്രേഷൻസും മൂഡും വരുന്നത്. അപ്പോൾ ബഡ്ജറ്റ് റേഞ്ചിലേക്ക് വരുന്ന സാരീസാണ് അവർ കൂടുതലായിട്ടും ചൂസ് ചെയ്യുന്നത്. നമ്മളുടെ അടുത്ത് വന്നാലോ അതെ, കോളേജിൽ നിന്നൊക്കെ കുട്ടികൾ വരുന്ന സമയത്ത് ആ ഒരു റേഞ്ചിൽ, അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ഫ്ലോയി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കണം, അല്ലെങ്കിൽ ബഡ്ജറ്റ് റേഞ്ച് ആയിരിക്കണം. ഇത് രണ്ടും ഇങ്ങനെ ചേർന്ന് വരുന്ന ടൈപ്പിൽ വരുന്ന ഓരോരോ സാരീസാണ്. അടുത്തത് വരുന്നത് ഗ്രീൻ ടു ഡസ്റ്റി മെറൂൺ കളർ ടോൺ. ഇത് ഉടുത്താൽ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ ആദ്യമൊക്കെ ഞാനിങ്ങനെ ഉടുത്ത് കാണിക്കുമായിരുന്നു. ഇപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാം തുറന്ന ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? അതെ, പണ്ടൊക്കെ ഒരു 3 വർഷം മുമ്പ് 4 വർഷം മുമ്പ് എനിക്ക് തോന്നുന്നു അങ്കമാലിലെ ഷോപ്പിൽ ഇരുന്നിട്ട് നമ്മൾ കല്യാണി കോട്ടനൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോഴേക്കും അന്ന് അതൊരു പുതിയ അറിവ് പോലെയായിരുന്നു. ഇപ്പം അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ മൽക്കോട്ടനും. അന്ന് മൽക്കോട്ടൻ ചെയ്ത സമയത്ത് വീവർ ഇപ്പോഴും പറയുന്നുണ്ട്, ആദ്യമായിട്ട് പൂണൂളിലാണ് മൽക്കോട്ടൻ ചെയ്തതെന്ന്. അപ്പം അന്നേരം ഈ ബോഡിയിലേക്ക് ഇങ്ങനെ കൗണ്ട് കുറഞ്ഞു വന്നിട്ടുള്ള ഈ മൽക്കോട്ടൺ ചെയ്യുമ്പോഴേക്കും എനിക്ക് കുറച്ച് ടെൻഷനായിരുന്നു, ഇത് സ്ലിപ്പാവോ, കസ്റ്റമർ എങ്ങനെ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത്. ബട്ട് ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് ഇപ്പം മൽക്കോട്ടൺ മതി, കേരളം ഏറ്റെടുത്തു, മൽക്കോട്ടൺ തൂക്കി. എനിക്ക് തോന്നുന്ന ഒറ്റ കളറിലേക്ക് 50 സാരി വരെ യൂണിഫോമായിട്ട് നമ്മുടെ ഒരു നല്ലൊരു വീവർ നിന്നിങ്ങനെ ചെയ്തു തന്നതാണ്. എനിക്ക് തോന്നുന്നു ഒരു 2000 മേലെ മൽക്കോട്ടൺ സാരീസ് ഞാൻ ഓർഡർ കൊടുക്കാത്തത് പോലും തന്നു എന്ന് വീവർ ഇന്ന് വന്നപ്പോൾ പറയുമായിരുന്നു. അപ്പോൾ അത്രയും രീതിയിലേക്ക് മൽക്കോട്ടൺ സാരീസ്. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊരു കമൻറ്റാണ്, ആരും കൊടുക്കാത്ത മൽക്കോട്ടൺ സാരി നമുക്ക് എങ്ങനെ ഒപ്പിക്കാം, അതാണ് ഇപ്പോൾ ഉള്ള നമ്മുടെ ആകെയുള്ള ടെൻഷൻ എന്ന് ഇൻസ്റ്റഗ്രാമിൽ ഒരു കുട്ടിയിട്ടിരിക്കുക. എന്ന പോലെ തന്നെ ഏറ്റെടുത്ത ഒരു സാധനമാണ് ഈ കാഞ്ചി കോട്ടണും കല്യാണി കോട്ടണും. അപ്പം അങ്ങനെ വരുന്നത് അതിൻ്റെയൊക്കെ ഗ്രേഡിനനുസരിച്ചും ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചും ക്വാളിറ്റിക്ക് അനുസരിച്ചും, ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഇത് പോളിഷ് ചെയ്തെടുക്കുന്ന ഓരോ പ്രോസസ്സിങ്ങിനനുസരിച്ചിട്ടുമാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ചിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് വരുന്നത്.
അപ്പോൾ എല്ലാ ട്രെൻഡിനൊപ്പം പുണോളിൽ സിൽക്സിൻ്റെ ഓരോ വീഡിയോസിലും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒരുപാട് പുതിയ കളക്ഷൻസ് ഒക്കെ ആയിട്ട് ഈ ഒരു കളർ കോമ്പിനേഷൻ കണ്ടോ, ഫുൾ ത്രെഡ് വീവിങ്. ഇപ്പോൾ ഈ ത്രെഡിലോട്ടുള്ള ഒരു കോമ്പിനേഷൻസ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് അമ്മമാർക്കായാലും ഒക്കെ ഇങ്ങനെ എല്ലാ ഒക്കേഷൻസിലേക്കും ചിലപ്പോൾ കസവിൻ്റെ കോൺട്രാസ്റ്റ് വരുന്നതിനോട് പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ഏത് ഒക്കേഷൻ, ഈച്ച് ആൻഡ് എവരി, ടീച്ചേഴ്സിനായാലും ശരി, അപ്പം ഒരു ജോലിക്കാർക്കായാലും എല്ലാ സമയത്തും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, സമ്മറിനെയും അതിജീവിക്കാൻ പറ്റുന്ന തരത്തിൽ വരുന്ന കളക്ഷനാണ് ഇതെല്ലാം. ഈ ത്രെഡ് വീവിങ്ങിൻ്റെ ഒരു, കാരണം ഞാനിപ്പോഴും കൂടുതൽ എൻ്റെ കസ്റ്റമറും കൂടുതലായിട്ട് ഇങ്ങനെ ഏജ്ഡ് ആയവരായതുകൊണ്ട് തന്നെ ഈ റേഷൻ വർക്ക്, ത്രെഡ് വർക്ക് ആ ഒരു രീതിയിൽ ഇതേ ഒരു കോമ്പിനേഷനൊക്കെ കണ്ട ഇങ്ങനെ ആ ഒരു മെറൂണിൻ്റെ ഒരു നല്ല ചെറിയ മെറൂൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ഒരു കോൺട്രാസ്റ്റും ടർക്കോഷ് ബ്ലൂവിൻ്റെ ഒരു കളറും കൂടെയൊക്കെ ഇങ്ങനെ ചേർന്ന് വരുന്ന ക്വാളിറ്റി വീവിങ്. ഫുൾ ഇൻസൈഡ് നോക്കി അറിയാം. ബോർഡറിലേക്ക് കണ്ട ഈ ഒരു ബ്ലൂ നോക്കിയേ, ഈ ഒരു ബ്ലൂവും മെറൂണും. ഈ വീവിങ് പാറ്റേണൊക്കെ അതിമനോഹരമായിട്ടുള്ള അതേ ഫീല് തന്നെയാണ് ഹാൻഡ്ലൂം കാഞ്ചി കോട്ടൺ.